അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, SSF 31-ാം എഡിഷൻ സാഹിത്യോത്സവ് ഈ കൊടുവള്ളി വെച്ച് നടക്കുന്ന മഹനീയമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം യുദ്ധങ്ങൾ സമാധാനം കൊണ്ടുവരില്ല എന്നുള്ളതാണ്. ആദ്യമായി നാഥനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഫലസ്തീനിന്റെ മണ്ണിൽ കുഞ്ഞു മക്കളിൽ നിന്നും ചോര ചിന്തി വിപ്ലവം പൊട്ടി പുറപ്പെടുവിക്കാം എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ നടത്തുന്ന നരഹത്യക്കെതിരെ വിരൽ ചൂണ്ടാൻ പോലും സാധിക്കാത്ത ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ അടിച്ചമർത്തുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയാണ് നമുക്ക് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ആശയപരമായും ആദർശപരമായും വിരൽ ചൂണ്ടുന്നവനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നാം കണ്ടുവരുന്നു. അതിനുള്ള ഏറ്റവും ചെറിയ ഉദാഹരണമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫലസ്തീനിലെ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി അവരനുഭവിക്കുന്ന ത്യാഗങ്ങളെ കുറിച്ച് നാം ഒരു പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള സോഷ്യൽ മീഡിയയുടെ പ്രതികരണം എന്തെന്നാൽ നിങ്ങളുടെ ഈ പോസ്റ്റ് ആളുകൾക്കിടയിൽ തീവ്രവാദം വളർത്തുന്നു എന്നുള്ള രീതിയിലാണ്. ഇവിടെയും ഇസ്ലാമിനെയും ഇസ്ലാമിക കാഴ്ചപ്പാടുകളെയും ഇസ്ലാമിക സിദ്ധാന്തങ്ങളെയും മായ്ച്ചു കളയുക എന്ന ലക്ഷ്യമുള്ള ഒരു പറ്റം ആളുകളുടെ കുതന്ത്രമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. യുദ്ധം നമുക്കിടയിൽ സമാധാനം കൊണ്ടുവരുമായിരുന്നുവെങ്കിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇന്നുള്ള സമൂഹം സമാധാനമുള്ളവരായി മാറും. ഇല്ല, അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇന്ന് ജീവിക്കുന്നത് അന്ന് അമേരിക്ക ചെയ്തു കൂട്ടിയിരുന്ന വേണ്ടാത്തരങ്ങളുടെയും അല്ലെങ്കിൽ ക്രൂരഹത്യകളുടെയും ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എത്ര വലിയ രാജ്യവും എത്ര വലിയ സാമ്രാജ്യവും തകർന്നു പോകുന്നതിനുള്ള പ്രധാന കാരണവും ഇത്തരത്തിൽ യുദ്ധങ്ങൾ തന്നെ. യുദ്ധങ്ങളെ ലോകങ്ങൾ വെടിയുന്നത് വരെ സമാധാനം കൊണ്ടുവന്നതായിട്ട് നാം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, തൊട്ടറിഞ്ഞിട്ടുമില്ല. ഏതൊരു യുദ്ധത്തിന്റെയും അനന്തരഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ വരും സമൂഹത്തിന്റെ വരും സമുദായത്തിന്റെ വളരെ വിഷമകരമായ ഒരുപാട് കാഴ്ചപ്പാടുകളാണ്. കൈകളില്ലാത്തവനും കാലുകളില്ലാത്തവനും ദൈവ സൃഷ്ടിയല്ലാതെ മനുഷ്യ സൃഷ്ടിയായി മാറുന്നതാണ് ഓരോ യുദ്ധവും നമുക്ക് നേരുന്ന അനുഭവങ്ങൾ. ഇവിടെ മുസൽമാനെന്നോ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ ഒന്നും വ്യത്യാസമില്ല. മനുഷ്യനാണ്, മനുഷ്യ ജീവിതങ്ങൾക്കാണ് അവിടെ വേദനയും നോവും വിഷമവും കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതിനൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിനുള്ളിൽ അതിന്റെ ആന്തരികമായ മൂല്യങ്ങൾക്ക് വിഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ഹിന്ദുവിന്റെ അമ്പലമെന്നും മുസൽമാന്റെ പള്ളിയെന്നും വേർതിരിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടം നമ്മിൽ നിന്നും വിദൂരെയല്ല. മാറേണ്ടത് നാമാണ്, മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ 1947-ൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അതിന്റെ ഭരണഘടനയിൽ ഉയർത്തി കാണിക്കുന്ന ഒരു മൂല്യമുണ്ട്. അത് ഇന്ത്യ എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് രാജ്യത്തിന്റെ സമത്വവും സമാധാനവും സാഹോദര്യവും നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ആ രാജ്യത്ത് നിൽക്കുന്ന നാം ഓരോരുത്തരും ലോകത്തിനു മുന്നിൽ മാതൃകയാകേണ്ടത്. സമാധാനപരമായ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സമുദായത്തിന് നാം സൃഷ്ടിച്ചെടുക്കേണ്ടത് സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താങ്കളുടെ ശക്തി ലോകത്തിനു മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ യുദ്ധങ്ങൾ നടത്തിയ ഒരാളുടെയും അന്ത്യം വളരെ നല്ല രീതിയിലായിരുന്നില്ല അവസാനിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ളവരിൽ ഒരാളായിരുന്ന റഷ്യ ഉക്രൈനിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങളൊന്നും തന്നെ നല്ല മുഖങ്ങളായിട്ടല്ല റഷ്യയെ ലോകത്തിനു മുന്നിൽ പരാമർശിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം തമ്മിലടിക്കുന്ന ആളുകളെ കഴുക കണ്ണുകളോടുകൂടി വീക്ഷിച്ചിരിക്കുന്ന USA പോലെയുള്ള വൻകിട രാജ്യങ്ങളാണ്. അവർക്കു ലക്ഷ്യം
താങ്കളുടെ കൈവശമുള്ള യുദ്ധായുധങ്ങൾ വിൽക്കപ്പെടുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ലോകത്ത് സമാധാനം കെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ ഇനി വരുന്ന സമൂഹത്തിനും സമുദായത്തിനും സാധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യുദ്ധങ്ങളെ കൊണ്ട് സമാധാനം സൃഷ്ടിക്കുന്ന ഒരു രാജ്യവും ഇവിടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടില്ല. യുദ്ധങ്ങളുടെ അനന്തരഫലമായി കൊഴിഞ്ഞു പോകുന്ന ചുവന്ന പൂക്കളായ മക്കളെ ഉയർത്തിയെഴുന്നേൽപ്പിക്കാൻ ഞാനും നിങ്ങളും പ്രാപ്തരാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.